ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് അടുത്തൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഞാനും ചേച്ചിയും കൂടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുകയാണ്. ചേച്ചിയുടെ മാരേജിനേക്കുള്ള കുറച്ച് പർച്ചേസ്. അപ്പോൾ ചേച്ചി മാനന്തവാടിയിലേക്ക് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണ്. ബാക്കി വഴിയെ കാണാം. ഇന്നും മഴ ചതിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഒന്നെങ്കിൽ മഴ അല്ലെങ്കിൽ ചൂട്. ഇത് നോക്കിയേ, നനഞ്ഞ് ഡ്രസ്സൊക്കെ നനഞ്ഞ് വരാൻ തുടങ്ങി. വേർത്തിട്ട് തിരിച്ചു വരാൻ നേരത്തെ ചിലപ്പോൾ മഴയും നനഞ്ഞിട്ടായിരിക്കും വരിക. ഐ ആം ഗോയിങ് ഓൺ എ ട്രിപ്പ്, മൈ ഫേവറേറ്റ് റോഡ് ട്രിപ്പ്. ഇവിടെയും പോകാൻ നേരം ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചു കയറി കഴിഞ്ഞാൽ കൊള്ളില്ല എന്ന് പഴയ കാരണവന്മാർ പറയുന്ന കേൾക്കാം. എൻ്റെ കേസിൽ എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും തിരിച്ചു കയറണം. ഞാൻ ബാഗ് എടുക്കാൻ മറന്നുപോയി. ഇതെന്താ ഞാൻ എടുത്തിട്ട് പോകുന്ന നേരത്ത് ഫുള്ള് നനഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ അതിഭീകരമായ ചൂട് കാരണം ഉണങ്ങിയിട്ടും കിട്ടിയിട്ടുണ്ട്. ചേച്ചി അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇറങ്ങി കഴിയുമ്പോൾ എന്നെ വിളിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ. ചേച്ചി ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെല്ലെ പോട്ടെ. ചേച്ചിനെ ഡെയിലി കൊല്ലം എനിക്ക് പണി. ചേച്ചി ഈസ് ഹിയർ. ഈ ഒരു ഷോപ്പിങ്ങിന് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം പ്ലാൻഡ് ആയിരുന്നു കേട്ടോ. ചേച്ചി എവിടേക്കാണ് പോകേണ്ടതെന്നൊക്കെ കൃത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പരാഗായിരുന്നു. അവിടെ ചെല്ല് ഞങ്ങൾ കളക്ഷൻസൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. ഞാൻ അത്യാവശ്യം എക്സ്പെക്റ്റേഷൻസിലാണ് കേട്ടോ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. കാരണം ലാസ്റ്റ് ടൈം ഞങ്ങൾ അവിടെ പോയപ്പോൾ അടിപൊളി കുറേ തുണികൾ കണ്ടിട്ടുണ്ടായിരുന്നു. പാർട്ടി വെയറിൻ്റെ സൈഡ് നോക്കിയിട്ടില്ല. എന്നാലും ഞങ്ങൾക്ക് മധുരം വെപ്പിനായിട്ടും പിന്നെ പിറ്റേന്ന് കല്യാണത്തിനായിട്ടായിട്ടും 2 ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ചേച്ചിക്ക് റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ. മധുരം വെപ്പിന് ഏകദേശം ഒന്ന് സെറ്റായി കിട്ടിയെങ്കിലും കല്യാണത്തിന് അന്ന് ഇടാനുള്ള വൈറ്റ് ഗൗണിൻ്റെ ഒരു തുണി ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. ഞങ്ങൾ വിചാരിച്ച ഒരു പാറ്റേണിലുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മെറ്റീരിയലായിരുന്നു ചേച്ചി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അത് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ മധുരം വെപ്പിൻ്റെ മാത്രം എടുത്തു. പിന്നെ കുറച്ച് ലേസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി പിന്നെ സ്നേഹ ഫാൻസിയിലേക്കാണ് പോയത്. ചേച്ചി ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി തീരെ മേക്കപ്പ് ചെയ്ത ആളല്ല, അതുകൊണ്ട് കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വാങ്ങണമെന്ന്. അപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ ഇഷ്ടമുള്ള പരിപാടിയും ഞാൻ ചേച്ചിയും കൂടി സ്നേഹയിലേക്ക് പോയി. ഇവിടെ അത്യാവശ്യം കളക്ഷൻ ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ മാനന്തവാടിയിൽ പ്രത്യേകിച്ച് അങ്ങനെ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഫാൻസി ഷോപ്പുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ അത്യാവശ്യം ബ്രാൻഡുകളൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങളിങ്ങനെ അത്യാവശ്യത്തിന് വേണ്ട കോസ്മെറ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ചേച്ചി അവിടെ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ കണ്ടത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കാണ്. മേക്കപ്പ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ചേച്ചിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഓർണമെൻറ്റ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ അവർ പറഞ്ഞു അവരുടെ തന്നെ പുതിയൊരു ഓർണമെൻറ്റ്സിൻ്റെ റെൻ്റലായിട്ടുള്ള ഒരു ഷോപ്പ് അവർ തൊട്ടടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് കയറി നോക്കി. അവിടെ കയറിയപ്പോഴാണ് കേട്ടോ ശരിക്കും എൻ്റെ കിളി പാറിയത്. എൻ്റെ ഡവേ ഇനി അവിടെ ഇല്ലാത്തൊരു ഓർണമെൻറ്റ്സ് വേറെ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ചേച്ചിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത് കൊടുത്ത പലതരത്തിലുള്ള ആ ഒരു കംപ്ലീറ്റ് ലുക്കിൽ പെട്ടേക്കുന്ന ഓർണമെൻറ്റ്സ് വരെ ഞാൻ അവിടെ കണ്ടു. ഹൽദിക്കായാലും സംഗീത് നൈറ്റിനായാലും ഡിഫറെൻറ്റ് ഓൺ ദി ഡേ ഓഫ് ദാറ്റ് ഒക്കേഷൻ ആയാലും ഇടാൻ പറ്റുന്ന പല തരത്തിലുള്ള ജ്വല്ലറി സെറ്റുകൾ. അത് ഈ ഗോൾഡ് ലൈക്ക് ആയിട്ടുള്ള ജ്വല്ലറി ആയിക്കോട്ടെ, ഓക്സിഡൈസ് ആയിക്കോട്ടെ, ഇൻവിസിബിൾ ചെയിൻ വരെയുണ്ട്. പിന്നെ ഇതേപോലത്തെ നമ്മുടെ ഈ മെറ്റാലിക്കിൽ വരുന്ന കുറേ സ്റ്റോൺ വർക്കൊക്കെ ഉള്ള ഹെവി ആയിട്ടുള്ളതും ഇങ്ങനത്തെ ഡയമണ്ട് ലുക്ക് ലൈക്ക് പോലെ ഇരിക്കുന്ന കുറേ ജ്വല്ലറീസും എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ഈ ഒരു ഷോപ്പിംഗ് ഇന്ന് കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ടും ഇനിയും കുറേ സാധനം വാങ്ങാനുള്ളത്, പിന്നെ ഡേറ്റും എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ഇങ്ങനെ മാറ്റി വെച്ചേക്ക് ഞങ്ങളൊരു നെക്സ്റ്റ് ഡേ വന്നിട്ട് എടുക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾക്ക് വിളിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 7:30-8 മണിയൊക്കെ ആവാനായിട്ടുണ്ടായി. അപ്പോൾ ചേച്ചിക്കും വിളി വന്നു, എനിക്കും വിളി വന്നു. അപ്പോൾ ഞങ്ങളൊരു ചായയും ഷവർമയൊക്കെ കുടിച്ച് വേഗം ഇറങ്ങി. ഇനി ഈ ഒരു ഷോപ്പിങ്ങിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.